ചില ദിവസങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ പുഞ്ചിരിയായിട്ട് എന്നും കൂടെ നിൽക്കും. ഇന്നലെ അങ്ങനൊരു ദിവസമായിരുന്നു. എല്ലാവരും കൂടി ചെറിയൊരു ട്രിപ്പ് പോയി പാലക്കാട്ടേക്ക്. പോകുന്ന വഴിക്ക് വിശപ്പൊന്ന് തല കാണിച്ചു. അപ്പോൾ ഒരു ചൂടായ എണ്ണക്കടികളും ഒക്കെ കഴിച്ചു. അതൊക്കെ ഒരു സന്തോഷമല്ലേ, എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ കുറേ ഐസ്ക്രീമുകളൊക്കെ കഴിച്ചു. അങ്ങനെ പാലക്കാടേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ശബ്ദം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. വെള്ളത്തിൽ കളിക്കാനും ഒക്കെ ആയിട്ട് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. പിന്നെ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ പൂമ്പാറ്റകളും വണ്ടുകളും പൂക്കളും അങ്ങനെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറേ ആസ്വദിച്ച് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് മെല്ലെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഉള്ളിലേക്ക് കയറുമ്പോൾ അതിൻ്റെ ഉള്ളിലെ വെള്ളച്ചാട്ടങ്ങൾ എനിക്കൊരുപാട് ഇഷ്ടമായി അത് കാണാനായിട്ട്. അതിലൊക്കെ ഞങ്ങൾ കുറേ വെള്ളത്തിലൊക്കെ കയറി വെള്ളത്തിലൊക്കെ കളിച്ച് മതിയായേയില്ല. പാട്ടും DJയും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ വെള്ളം പണ്ടേ ഭ്രാന്തായതുകൊണ്ട് കുറേ വെള്ളത്തിലൊക്കെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. വെള്ളത്തിൽ കളിക്കാനൊക്കെ ഒരു വല്ലാത്തൊരു ഇഷ്ടമാണ്. നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട്. മനസ്സും ശരീരവും ഒക്കെ ഒന്ന് തണുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് വേറൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അത് അതിനുമീതെ രസമായിരുന്നു. ശരിക്കും ആ വെള്ളത്തിൻ്റെ ചാറിലൊക്കെ നമ്മുടെ മേലെ തെറിച്ച് നമ്മൾ ശരിക്കും ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ പോയി നിൽക്കണ ഫീലായിരുന്നു. കുറേ നേരം അതിൻ്റെ അടിയിൽ നിന്നോട്ടാ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലൊക്കെ പോയി നിൽക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഇത് തെറിക്കലും ഒക്കെ ആയിട്ട് അത് കഴിഞ്ഞ് നേരെ പിള്ളേർക്ക് യന്ത്രഊഞ്ഞാലിൽ കയറണം പറഞ്ഞ് നേരെ അവിടെ വന്നു. അവരെയൊക്കെ യന്ത്രഊഞ്ഞാലിൽ കയറ്റി വിട്ടു. ഞാൻ കയറിയില്ല. എനിക്ക് അതിൽ കയറിയാൽ നല്ല തലചുറ്റൽ വരും. അതുകൊണ്ട് ഞാൻ പോയില്ല. അവരെല്ലാവരും കൂടി അതിലൊക്കെ കയറി കറങ്ങി. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നേരെ ഹോട്ടലിൽ കയറി. എല്ലാവർക്കും മന്തി വേണം പറഞ്ഞ് മന്തിയൊക്കെ കഴിച്ചു. നേരെ ലുലു മാളിൽ പോയിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്.